കുട്ടി ക്രിക്കറ്റിൻ്റെ കനകകിരീടം ആരുടേതാണെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോകകപ്പ് നിലനിർത്താൻ ഇന്ത്യക്ക് വേണ്ടത് ഒരു വിജയം കൂടി മാത്രം. ആ കാത്തിരിപ്പിലേക്കുള്ള നിർണായകമായ മണിക്കൂറുകൾ തള്ളി നീക്കവേ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ തുള്ളിത്തുളുമ്പുന്ന ഒട്ടേറെ നിമിഷങ്ങളുണ്ട്. അത് പോയ 2020 ലോകകപ്പിൻ്റെ ഫൈനൽ ചിത്രങ്ങളാണ്. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ കടുത്ത പോരാട്ടം അവസാന ലാപ്പിൽ മറികടന്ന് കിരീടമുയർത്തുമ്പോൾ ഈ രാജ്യമൊന്നാകെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കോഹ്ലിയും രോഹിതും സന്തോഷത്താൽ കണ്ണീർ വാർത്ത ദിനം. ഒടുവിൽ കരീബിയയിൽ നിന്നും പതിറ്റാണ്ടിൻ്റെ കിരീടവരൾച്ച അവസാനിപ്പിച്ച് ഇന്ത്യൻ ടീം നാട്ടിലെത്തുമ്പോൾ മുംബൈ നഗരം അവർക്ക് നൽകിയത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അഭിനന്ദനങ്ങളാണ്. അഹമ്മദാബാദിൻ്റെ മണ്ണിലേക്ക് അന്തിമ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഇന്ത്യ കാത്തിരിക്കുന്നതും അതുപോലൊരു നീലരാത്രിക്ക് തന്നെയാണ്. പക്ഷേ വേദി അഹമ്മദാബാദും മത്സരം ഫൈനലുമാകുമ്പോൾ മറ്റൊരു വേദന കൂടി ഇന്ത്യൻ മനസ്സുകളിലുണ്ട്. മറക്കാൻ ആഗ്രഹിക്കുന്ന ഏകദിന ലോകകപ്പിൻ്റെ ഫൈനൽ. എന്ത് വില കൊടുത്തും മിച്ചൽ സാന്നറെ മറ്റൊരു പാറ്റ് കമ്മിൻസ് ആക്കാതിരിക്കുക എന്നതാണ് ഇന്ത്യക്ക് ചെയ്യാനുള്ളത്. അതിനുള്ള കരുത്തും ലൈനപ്പും തന്നെയാണ് ഈ ടീമിനുള്ളത്. എങ്ങനെ നോക്കിയാലും ന്യൂസിലാൻഡിനേക്കാൾ കടലാസിൽ കരുത്ത് ഇന്ത്യക്ക് തന്നെ. പക്ഷേ ഇത് ഫൈനലാണ്. മത്സരം 2020 ആണ്. എതിരാളി ന്യൂസിലാൻഡുമാണ്. സോ നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ്. നാട്ടിലേക്ക് വിരുന്നെത്തിയ ന്യൂസിലാൻഡിനെ ഇന്ത്യ അടിച്ചു തൂക്കിയിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ലോകകപ്പിന് മുമ്പുള്ള അവസാന പരമ്പരയിൽ ഇന്ത്യയുടെ വിജയം 4-1 2020 ഇതുവരെ ഏറ്റുമുട്ടിയ കണക്കുകളിൽ ഇന്ത്യ തന്നെയാണ് മുന്നിൽ. 18 വിജയങ്ങൾ, കിവികൾക്കുള്ളത് 11. പക്ഷേ ഇത്തരം കണക്കുകൾക്കൊന്നും വലിയ സ്ഥാനമില്ല. 2020 ലോകകപ്പിൽ ഇന്നേ വരെ തങ്ങൾക്ക് തോൽപ്പിക്കാനാകാത്ത ദക്ഷിണാഫ്രിക്കയെ തകർത്തുവിട്ട് കിവീസ് ഫൈനൽ കളിക്കുന്നത് തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. അഥവാ കടലാസിലെ കരുത്തിനും ചരിത്രത്താളുകൾക്കുമൊന്നും കളത്തിൽ വലിയ സ്ഥാനമില്ല. ഗ്രൗണ്ടിലെ അന്നത്തെ പെർഫോമൻസ് തന്നെയാകും വിധി നിർണ്ണയിക്കുക. അഹമ്മദാബാദിലെ സെൻട്രൽ വിക്കറ്റിലാണ് മത്സരം. റെഡ് ആൻഡ് ബ്ലാക്ക് സോയിലിലാകും പോരാട്ടം. അഥവാ 2023 ലോകകപ്പ് ഫൈനലിലേതിനു പോലെ സ്ലോ ആയ ലോ ബൗൺസുള്ള പിച്ചിലായിരിക്കില്ല മത്സരം. വാങ്കഡയിൽ സെമിയിൽ കണ്ടതുപോലെ ഹൈ സ്കോറിംഗ് മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ക്രിക്കിൻഫോയുടെ റിപ്പോർട്ട്. സ്പിന്നർമാരേക്കാൾ ഗുണം പേസ് ബോളിങ്ങിനാകുമെന്നും അവർ പ്രവചിക്കുന്നു. ഡ്യൂ ഫാക്ടർ അഥവാ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുള്ളതിനാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ആനുകൂല്യമുണ്ടാകുമെന്നും കരുതപ്പെടുന്നു. ഇതേ ഗ്രൗണ്ടിൽ ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യ 2 തവണ കളിച്ചിട്ടുണ്ട്. അന്ന് നെതർലാൻഡ്സിനെ തോൽപ്പിച്ചത് 17 റൺസിന്. പക്ഷേ ദക്ഷിണാഫ്രിക്കയോട് 76 റൺസിന് തോറ്റതും ഇതേ ഗ്രൗണ്ടിൽ തന്നെ. ദക്ഷിണാഫ്രിക്കയോട് തന്നെയാണ് ന്യൂസിലാൻഡും ഇതേ ഗ്രൗണ്ടിൽ കളിച്ചത്. അന്ന് പക്ഷേ പ്രോട്ടിയാസിന് അനായാസ ജയമായിരുന്നു. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ ഡെപ്തിലും ഫിനിഷിങ്ങിലും ഇന്ത്യക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ്. ഓപ്പണിംഗിൽ സഞ്ജു സാംസന്റെ മടങ്ങിവരവും കോൺഫിഡൻസും ഇന്ത്യക്ക് നൽകുന്ന എനർജി ചെറുതല്ല. ടീം ലൈനപ്പിലെ ലാസ്റ്റ് ഓപ്ഷനായിരുന്നവൻ ടീമിനെ ഒന്നാകെ എടുത്തുയർത്തുന്ന ഹീറോയിക് കംബാക്ക്. പക്ഷേ അഭിഷേകിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ തിരിച്ചാണ്. ടൂർണമെൻറ്റ് താരമാകുമെന്ന് പ്രവചിക്കപ്പെട്ട അഭിഷേക് ടീമിലെ വീക്ക് ലിങ്കായി നിലനിൽക്കുന്നു. ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ എന്നീ 4 സംഘം പോയ മത്സരങ്ങളിൽ ബീസ്റ്റ് മോഡിലാണ് ബാറ്റ് ചെയ്യുന്നത്. സഞ്ജു നൽകുന്ന ഫയർ അവസാനം വരെ കൊണ്ടുപോകാൻ ഇവർക്കാകുന്നുണ്ട്. ഫയർ ബ്രാൻഡുകൾ ഒരുപാടുള്ളപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ ആങ്കറിംഗ് റോളാകും ചെയ്യാനുണ്ടാകുക. ഇനി ന്യൂസിലാൻഡിൻ്റെ ലൈനപ്പിലേക്ക് വന്നാലോ, പേടിക്കേണ്ടത് ഫിൻ അലനെ തന്നെ. ഒരിടത്ത് നിന്ന് കത്തി തുടങ്ങിയാൽ എതിരാളികളെ ചാമ്പലാക്കാൻ പോന്ന ജീനാണ് അയാളുടേത്. അതുകൊണ്ട് തന്നെ ബാറ്റ് ചെയ്യുന്നത് ആദ്യമായാലും രണ്ടാമതായാലും ഫിൻ അലനെ പവർ പ്ലേ കടത്താതിരിക്കുക എന്നതാണ് ഇന്ത്യക്ക് ചെയ്യാനുള്ളത്. പങ്കാളിയായ ടിം സെഫേർട്ടും നിർണായക സമയത്ത് ഫോം വീണ്ടെടുത്തിട്ടുണ്ട്. രജിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ്, മാർക്ക് ചാപ്മാൻ, ഡാരിൽ മിച്ചൽ, മിച്ചൽ സാന്നർ, ജിമ്മി നീഷം എന്നിങ്ങനെ നീളുന്നതാണ് കിവി ബാറ്റിംഗ് ലൈനപ്പ്. രജിനും മിച്ചലും ഇന്ത്യൻ പിച്ചുകളെ നന്നായി അറിയുന്നവരാണ്. പക്ഷേ T20 ക്രിക്കറ്റിൻ്റെ വേഗതക്കുത്തുയരാൻ അവർക്കായിട്ടില്ല. ഇന്ത്യൻ ലൈനപ്പിനെ നോക്കുമ്പോൾ ഫിനിഷിങ്ങിലും കാര്യമായ ഫയർ ബാൻഡുകൾ ന്യൂസിലൻഡിന് ഇല്ലെന്ന് തന്നെ പറയാം. കലാശപ്പോരിനിറങ്ങുമ്പോൾ ഇന്ത്യക്ക് അവ്യക്തതയുള്ളത് ബൗളിങ്ങിലാണ്. ജസ്പ്രീത് ബുംറയുടെ 4 ഓവറുകൾ ഇന്ത്യക്ക് നൽകുന്ന കോൺഫിഡൻസ് ഇപ്പോഴും ഏറെ വലുത് തന്നെയാണ്. സെമി ഫൈനലിലും നാം അതിൻ്റെ മൂല്യമറിഞ്ഞു. അർഷദീപ് സിംഗും മിനിമം ഗ്യാരണ്ടിയുള്ള താരം തന്നെ. ഹാർദിക് പാണ്ഡ്യ 3ാം പേസറുടെ റോളും വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയുടെ കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു. ചക്രവർത്തി തല്ലുവാങ്ങുന്നത് പല മത്സരങ്ങളിലും ഇന്ത്യൻ ബോളിങ്ങിൻ്റെ മൊമെൻറ്റം കളയുന്നുണ്ട്. അഹമ്മദാബാദിലെ പിച്ച് സ്പിന്നർമാരെ തുണക്കില്ലെന്നിരിക്കെ ഇനിയും വരുൺ ചക്രവർത്തിയിൽ വിശ്വസിക്കണോ എന്നാണ് ഉയരുന്ന ചോദ്യം. പക്ഷേ വരുണിനെ ഇറക്കിയില്ലെങ്കിൽ മറ്റാര് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. 3ാം പേസറായി മുഹമ്മദ് സിറാജിനെ വിളിക്കുക എന്നതാണ് ഒരു ഓപ്ഷൻ. 3 പേസ് ബോളർമാരുമായി കളത്തിലിറങ്ങുന്നത് നൽകുന്ന കരുത്ത് വേറെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ കുൽദീപ് യാദവാണ് മറ്റൊരു ഓപ്ഷൻ. ഒരുപക്ഷേ മത്സരഫലത്തെ തന്നെ നിർണ്ണയിക്കാൻ കെൽപ്പുള്ള ഇക്കാര്യത്തിൽ ടീം എന്ത് തീരുമാനമെടുക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാറ്റ് ഹെൻറി, ലോക്കി ഫെർഗ്യൂസൺ എന്നീ പേസ് ബോളർമാരും കൂടെ ജിമ്മി നീഷം എന്ന പേസ് ഓൾറൗണ്ടറും ചേരുന്നതാണ് കിവി പേസ് ബറ്റാലിയൻ. ക്യാപ്റ്റൻ മിച്ചൽ സാന്നർക്കൊപ്പം കോൾ മെക്കോഞ്ചിയും സ്പിന്നർ ചെയ്യാൻ പോന്നവൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പവർ പ്ലേയിൽ പന്തെടുത്ത മെക്കോഞ്ചി 2 ഇടങ്കയൻ ബാറ്റർമാരെ പുറത്താക്കിയിരുന്നു. ബാറ്റ് കൊണ്ട് കാര്യമായ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിലും രജിൻ രവീന്ദ്രയും ബോളിംഗിൽ വലിയ സംഭാവനകളാണ് നൽകുന്നത്. 2020 ലോകകപ്പ് നിലനിർത്തണം. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം വീണ്ടും ഒരു ICC കിരീടം കൂടി ഇന്ത്യയുടെ പേരിലാക്കണം.
ഇന്ത്യക്കിത് ലോക ക്രിക്കറ്റിൽ ആധിപത്യം നിലനിർത്താനുള്ള പോരാട്ടമാണ്. പക്ഷേ ന്യൂസിലാൻഡിനോ ഏകദിന ലോകകപ്പിലും T20 ലോകകപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലുമെല്ലാം അനേകം ഫൈനലുകൾ തോറ്റ ന്യൂസിലാൻഡിന് ഇനിയും ഒരു തോൽവി നൽകുന്ന ആഘാതം ചെറുതായിരിക്കില്ല.